വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നു. CK വാസുദേവനെയാണ് ചോദ്യം ചെയ്യുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം സൂക്ഷിച്ചത് വാസുദേവന്റെ വീട്ടിലായിരുന്നു. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. തിരുവാഭരണ കമ്മീഷണർ റിജിലാലിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തത്സമയം ചേരുന്നു. പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവനെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ചോദ്യമുനകൾ നീളുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ചോദ്യം ചെയ്യുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അന്ന് ഈ ക്രമക്കേടുകൾ നടക്കുന്ന കാലത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന റിജിലാലിനെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ച് വരുത്തിയിട്ടുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചോദ്യം ചെയ്യൽ എവിടെ വരെയായി? ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തിയാണോ ചോദ്യം ചെയ്യുന്നത്? ഇന്ന് ഇവരുടെ ആരുടെയെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുമോ? കാരണം ഇവർ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നരേന്ദ്രൻ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും അങ്ങനെയാണ്. ഇന്ന് അല്പസമയം മുമ്പാണ്, അതായത് വൈകുന്നേരത്തോടു കൂടിയാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് ഓഫീസറെ ചോദ്യം ചെയ്യാൻ വിളിച്ചതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെയും അതോടൊപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണറെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ, അതിന്റെ പീഠം, ആ പീഠം ആദ്യം സൂക്ഷിച്ചിരുന്നത് വാസുദേവന്റെ വീട്ടിലായിരുന്നു. ഈ കേസിന്റെ തുടക്കവും അവിടെ നിന്നാണ്. വാസുദേവന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ കേസ് തുടങ്ങുക തന്നെ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഇതിന്റെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ അതിന്റെ സ്പോൺസർമാരുടെ പട്ടികയിൽ ഈ വാസുദേവനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വിവരങ്ങളും പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് കുറച്ചുകൂടി ശക്തമാക്കുന്ന രീതിയിൽ പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുതന്നെ 3 പേരെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചത്. അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്കും ഈ ചോദ്യം ചെയ്യൽ നീളുന്നു എന്നതുകൂടിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 2 ഉദ്യോഗസ്ഥരെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഇവരുടെ എല്ലാം ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടക്കം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഈ വലിയ രീതിയിൽ ഉള്ള ക്രമക്കേടുകളെല്ലാം നടന്നത് ഇതാണ്. ഈ സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SIT ഇന്ന് 3 പേരെയാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചത്. അതായത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നതടക്കമുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. ഈ നേരത്തെ സുധീഷ് കുമാറിനെ വിളിച്ചപ്പോൾ, അതായത് അന്വേഷണ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സുധീഷ് കുമാറിൽ നിന്ന് തന്നെ ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് രേഖകളാക്കി ചമച്ചതിൽ സുരേഷ് കുമാറിന് പങ്കുണ്ടായിരുന്നു. അതിന്റെ കൃത്യമായ വിവരങ്ങളും അന്വേഷണ സംഘത്ത് നേരത്തെ കിട്ടിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യൽ നടപടികൾ കുറച്ച് വൈകിയാണ്. അതായത് ഈ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ കുറച്ച് ഏറെ വൈകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിന് പിന്നാലെ വൈകിട്ടോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനായിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ അന്വേഷണ സംഘം തിരക്കിട്ട രീതിയിൽ, അല്ലെങ്കിൽ അന്വേഷണ സംഘം കുറച്ചുകൂടി അന്വേഷണം ശക്തമാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കൂടിയൊക്കെ ഭാഗമായിട്ടാണ് പ്രശാന്ത്, എന്തായാലും മുരാരി ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തിരുവാഭരണ കമ്മീഷണറെയും ചോദ്യം ചെയ്യുന്നത് മുരാരി ബാബുവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ മുരാരി ബാബുവിനെ എന്തുകൊണ്ടായിരിക്കാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിൽ വാങ്ങാതിരുന്നത്? ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഈ തിരുവാഭരണം കമ്മീഷണറും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തത്. എന്നാൽ അതിൽ ഒരു എന്താണത് കാരണമെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ നമുക്ക്, അല്ലെങ്കിൽ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഈ മുരാരി ബാബുവിനെയും തുടർന്നും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പല ഘട്ടങ്ങൾ നടക്കുന്നു. ആദ്യം തന്നെ തുടക്കത്തിൽ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നില്ല എന്ന് നടക്കുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല ആ ഉദ്യോഗസ്ഥർ
നിരവധി പേർ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആരെയും വിളിച്ചു വരുത്തുവാനോ ചോദ്യം ചെയ്യാനോ അന്വേഷണ സംഘം തയ്യാറായില്ല. അങ്ങനെ വിമർശനം ഉയർന്നതിന് ശേഷമാണ് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. എന്തായാലും അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും ഇത്തരം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരക്കിട്ട നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും മുരാരി ബാബു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചോദ്യങ്ങൾക്ക് ഒക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് കോടതിയിൽ മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ എന്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചതായും അറിയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നു. CK വാസുദേവനെയാണ് ചോദ്യം ചെയ്യുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം സൂക്ഷിച്ചത് വാസുദേവൻ്റെ വീട്ടിലായിരുന്നു. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസറാണ് ചോദ്യം ചെയ്യുന്നത്. തിരുവാഭരണ കമ്മീഷണർ റിജി ലാലിനെയും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ചോദ്യമുനകൾ നീളുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.